ഹായ് പ്രിയമുള്ള സുഹൃത്ത്, ചൈനയിൽ 25 വർഷം പൂർത്തിയാകുന്ന ലുലു ഗ്രൂപ്പ് ഓഫീസ് സന്ദർശിച്ച് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ എം.എ. യൂസഫ് അലിയെ സംബന്ധിക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്നത്. ഗാങ്സ്യൂവിലുള്ള ചൈനയിലെ ലുലു കോപ്പറേറ്റീവ് ഓഫീസാണ് എം.എ. യൂസഫ് അലി സന്ദർശിച്ചത്. പ്രവർത്തന വിജയത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന വേളയിൽ ലുലുവിനോടൊപ്പം നിന്ന ഓരോ ജീവനക്കാരെയും നേരിട്ട് സന്ദർശിച്ച് ലുലു ഗ്രൂപ്പ് ചെയർമാൻ നന്ദി രേഖപ്പെടുത്തി. ജീവനക്കാരുടെ സുഖവിവരങ്ങൾ തിരക്കാനും അദ്ദേഹം മറന്നില്ല. ഓരോ ജീവനക്കാരെയും നേരിട്ട് കണ്ടാണ് എം.എ. യൂസഫ് അലി സുഖവിവരങ്ങൾ തിരക്കിയത്. നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാലും എന്നെ ധൈര്യമായി അറിയിക്കണമെന്നും ഞാൻ എപ്പോഴും നിങ്ങളുടെ കാര്യത്തിൽ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുമെന്നും ജീവനക്കാരോട് എം.എ. യൂസഫ് അലി പറഞ്ഞു എന്നാണ് വാർത്ത. 25 വർഷക്കാലമായി ലുലുവിൽ ജോലി ചെയ്യുന്ന ചൈനീസ് ദമ്പതികളെയും അവിടെ തന്നെ ജോലി ചെയ്യുന്ന അവരുടെ മകനെയും എം.എ. യൂസഫ് അലി സന്ദർശന വേളയിൽ അനുമോദിച്ചു. 25 വർഷമായി നമുക്കൊപ്പം ജോലി ചെയ്യുകയാണിവർ. എല്ലാ ആശംസകളും നേരുന്നു. വീട്ടിലേക്ക് ചെലവിന് കൊടുക്കുമോ എന്ന ചോദ്യത്തിന് പിതാവിന് പണം കൊടുക്കാറില്ല, അമ്മയുടെ കയ്യിൽ പണം നൽകും എന്നായിരുന്നു ദമ്പതികളുടെ മകൻ എം.എ. യൂസഫ് അലിയോട് മറുപടി പറഞ്ഞത്. ചൈനയിലെ ഗാങ്സ്യൂവിലുള്ള ലുലു ഗ്രൂപ്പിന്റെ ആസ്ഥാനം എക്സ്പോർട്ടിംഗ് റീറ്റെയിൽ രംഗത്തേക്ക് തുറന്ന് പ്രവർത്തിച്ച് 25 വർഷം പിന്നിടുകയാണ്. 2002 ഫെബ്രുവരി 28 ചൈനയിൽ ലുലു ഫുഡ് ലോജിസ്റ്റിക് കേന്ദ്രവും പാക്കിംഗ് യൂണിറ്റും ആരംഭിക്കുന്നത്. ആഗോളതലത്തിലുള്ള ഫുഡ് എക്സ്പോർട്ടിംഗ് ഗാങ്സ്യൂവിലുള്ള ലുലു യൂണിറ്റിലൂടെ നടത്തി വരുന്നു. പലയിടങ്ങളിലും വിവിധ രൂപത്തിൽ ലുലു ഗ്രൂപ്പ് യൂസഫ് അലി വിജയിച്ചു നിൽക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നില്ല അദ്ദേഹം ഒരു ചെറിയ പുള്ളിയാണെന്ന്. അതൊക്കെ സമ്മതിക്കുന്നു. കാരണം അദ്ദേഹം ഒരുപാട് ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു കേരളം എന്ന സംസ്ഥാനത്തെ മുഴുവനും വിലക്കെടുക്കാവുന്ന രൂപത്തിൽ പണവുമുണ്ട്. അതൊന്നും ഇല്ലെന്ന് പറയുന്നു. മലയാളി സമ്പന്നരിൽ 1-ാം സ്ഥാനം നിലനിർത്തുകയാണ് ലുലു ഗ്രൂപ്പ് സ്ഥാപകനായ എം.എ. യൂസഫ് അലി. ഒരുപാട് ആളുകളുടെ വീടുകളിൽ ഉപജീവനം എത്തിച്ചിട്ടും ഒരുപാട് പേരെ കൈ പിടിച്ചുയർത്തിയിട്ടും കണ്ണുനീര് തുടച്ചിട്ടും ഒരുപാട് പേരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടും തന്നെയാണ് അദ്ദേഹവും കയറി പോകുന്നത്. തൊട്ടു പിന്നാലെ ഒരുപാട് ആളുകളുണ്ട്. 100 പേരിൽ 6 പേര് മലയാളികളാണ് സമ്പന്നരിൽ. ഇതിൽ കൂടുതൽ ആളുകളും വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. പട്ടികയിൽ ഉൾപ്പെട്ട മലയാളികൾ എന്നും കേരളത്തിന് അഭിമാനമാണ്. ഫോബ്സ് ഇന്ത്യ റിച്ച് ലിസ്റ്റ് 2024 പ്രകാരം ഇന്ത്യൻ സമ്പന്നരിൽ മുന്നിലുള്ള മലയാളി എം.എ. യൂസഫ് അലിയാണ്. 740 കോടി ഡോളറോടുകൂടി മുന്നിൽ നിൽക്കുന്നു. അതായത് 61,420 കോടി രൂപ അതിലാണ്. പിന്നെ റിയൽ ടൈം ആസ്തിയിൽ കുറച്ച് കുറവുണ്ടെന്ന് തോന്നുന്നു. 670 കോടി ഡോളറാണ് അദ്ദേഹത്തിന്റെ നിലവിലെ ആസ്തി. ഇന്ത്യൻ സമ്പന്നരിൽ അതിൽ അദ്ദേഹം 39-ാം സ്ഥാനത്താണെന്ന് തോന്നുന്നു. പിന്നെ കല്യാൺ ഗ്രൂപ്പിന്റെ TS കല്യാണരാമൻ മലയാളി സമ്പന്നരിൽ 2-ാം സ്ഥാനത്തുണ്ട്. 538 കോടി ഡോളർ, അതായത് 44,654 കോടി രൂപ. ഓരോ ദിവസവും ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും അവരുടെയൊക്കെ പണം വളർന്നുകൊണ്ടിരിക്കുവാണ്. സംശയമൊന്നും. 26,000-നടുത്ത ഇന്ത്യക്കാരടക്കം 31,000-ഓളം പേര് ജോലി ചെയ്യുന്ന ഗൾഫിലെ പ്രമുഖ വ്യാപാര സ്ഥാപനമായ ഒരു MK ഗ്രൂപ്പിന്റെയും ലുലു ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പിന്റെയും മാനേജിംഗ് ഡയറക്ടർ കൂടിയാണ് ഇദ്ദേഹം. 2008 രാജ്യം ഇദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം നൽകിയത്. പക്ഷേ എല്ലാ മേഖലയിലും എല്ലാ രാജ്യങ്ങളിലും ലുലു ഗ്രൂപ്പ് പടർന്നു പന്തലിച്ചെങ്കിലും ലുലു ഗ്രൂപ്പിന് തിരിച്ചടി കിട്ടിയത് ശരിക്കു പറഞ്ഞാൽ യൂറോപ്പിലാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ മാത്രം MDക്ക് അങ്ങോട്ട് കയറാൻ പറ്റിയില്ല. ലുലുവിന് യൂറോപ്പിൽ, പ്രത്യേകിച്ച് ലണ്ടനില് എല്ലാവരും അത്ഭുതപ്പെടുന്ന രൂപത്തിൽ ഒരു ലുലു ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങണമെന്ന ആഗ്രഹവുമായിട്ട് യൂറോപ്പിനെ സമീപിക്കുന്നു. കണ്ണായ രാജ്യങ്ങളൊക്കെ, ആ രാജ്യങ്ങളിലെ ഹൃദയഭാഗങ്ങളൊക്കെ യൂസഫ് അലിക്ക് നേടിക്കൊടുക്കാൻ ആൾക്കാരുണ്ട്. യൂസഫ് അലി പണം മാത്രം ഇറക്കിയാൽ മതി. അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയ സംവിധാനത്തെ അദ്ദേഹം തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്.
പക്ഷേ യൂറോപ്പിൽ മാത്രം അദ്ദേഹത്തിന്റെ ഒന്നും നടന്നില്ല, എല്ലാം പരാജയപ്പെട്ടു പോയി. അസാധ്യമായ കാര്യമാണ് യൂറോപ്പിൽ അദ്ദേഹത്തിന് ഒരു ലുലു ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങുക എന്നത്. കാരണം യൂറോപ്പ് ഒരു മുതലാളിത്വ രാജ്യമാണ്. പക്ഷേ ഒരു എംപ്ലോയിക്ക് മിനിമം നൽകേണ്ടുന്ന വേതനം യൂറോപ്പ് നൽകിയേ പറ്റൂ. അതിനും ലുലു ഗ്രൂപ്പ് എം ഡി അല്ല, ഇനി ആര് തന്നെ ആയിരുന്നാലും ശരി, നിയമങ്ങൾ സമ്പന്നർക്ക് ലംഘിക്കാനും പാവങ്ങൾക്ക് പാലിക്കാനും ഉള്ളതല്ല യൂറോപ്പില്. എല്ലാവരും നിയമത്തിന്റെ കണ്ണിൽ ഒരുപോലെയാണ്. സമ്പന്നനും ദരിദ്രനും, പാവപ്പെട്ടവനും പണക്കാരനും, രാഷ്ട്രീയക്കാരനും സാധാരണക്കാരനും എല്ലാവർക്കും തുല്യ പരിഗണനയാണ് യൂറോപ്പിലെ നിയമത്തിന്റെ കീഴിൽ. 1950 പൗണ്ട് അഥവാ 2 ലക്ഷം രൂപയോളമാണ് യൂസഫ് അലി ഒരു തൊഴിലാളിക്ക് കൊടുക്കേണ്ടി വരുന്നത്. തൊഴിൽ സമയം 40 മണിക്കൂറാണ് ഒരാഴ്ചയിലെ സമയം. പിന്നീടുള്ള എക്സ്ട്രാ മണിക്കൂറിന് വേറെ പണവും കൂടി നൽകണം. പിന്നെ ഫുഡ് അലവൻസ്, ഹോളിഡേ അലവൻസ് ഇതൊക്കെ നിർബന്ധവുമാണ്. വർഷത്തിൽ 1 മാസത്തോളം ലീവ് കൊടുക്കണം, സാലറിയോടുകൂടി തന്നെ. ഒരാള് 12 മുതൽ 14 മണിക്കൂർ വരെ ജോലി ചെയ്യുന്ന അതീവ ചൂഷണ രീതിയിലുള്ള വർക്ക് കൾച്ചർ ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, സൗത്ത് ഏഷ്യൻ ആഫ്രിക്കയിലൊക്കെയാണ് നിലവിലുള്ളത്. അതാണ് ലുലുവിന്റെ സ്ഥാപനങ്ങൾ അവിടങ്ങളിൽ മാത്രം അതിപ്രസരമായി വളരുന്നത്. അവിടെയുള്ള ജീവനക്കാരെ ഊറ്റി നേടിയ, അവരുടെ ചോരയും നീരും കൊണ്ട് നേടിയ പണമാണ് യൂസഫ് അലിയുടെ ഇന്ന് ഉയർന്നു നിൽക്കുന്ന ആളുകൾ. ലിഡിൽ എന്ന ഒരു ജർമ്മൻ മൾട്ടിനാഷണൽ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് യൂറോപ്പില്. മിക്ക രാജ്യങ്ങളിലും ലീഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ലിഡിൽ. ഏകദേശം 12,500 ഷോറൂമുകളാണ് അവർക്ക് വരെ യൂസഫ് അലിയുടേതായിട്ടുള്ള വലിയ ലാഭമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. 12,500 ഷോറൂമുകൾ ഉണ്ടായിട്ട് പോലും യൂസഫ് അലി ഉണ്ടാക്കിയത്ര പണമോ ലാഭമോ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം എന്താ? തൊഴിലാളി ക്ഷേമമാണ് അവരുടെ അജണ്ട. തൊഴിലാളികളെ ഊറ്റിയുണ്ടാക്കുക എന്നതല്ല, മറിച്ച് തൊഴിലാളികൾ കഷ്ടപ്പെടുന്നതിനനുസരിച്ച് അവർക്ക് മൂല്യവർദ്ധിതമായിട്ടുള്ള ഒരു കയറ്റം കൊടുക്കുക എന്നതാണ്. തൊഴിലാളി ക്ഷേമം അടിക്കടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷം കേരളത്തിലെങ്കിലും ദീർഘകാലമായി ഭരണത്തിലുണ്ടല്ലോ, 1/2 നൂറ്റാണ്ടിലേറെയായി എന്ന് തന്നെ പറയാം. എന്നിട്ട് പോലും ഒരു തൊഴിലാളിക്ക് നൽകേണ്ടുന്ന മിനിമം വേതനം അവർ ഷെഡ്യൂൾ ചെയ്തിട്ടില്ല. അവർക്കത് ഡിക്ലെയർ ചെയ്യാൻ കഴിയില്ല. ആണിനും പെണ്ണിനും വേറെ മൂല്യം, ബംഗാളികൾക്കും സ്വദേശികൾക്കും വേറെ വേറെ മൂല്യം, രാത്രി കൂടുതൽ പണിയെടുത്താൽ, അങ്ങനെ എല്ലാത്തിനും മൂല്യങ്ങൾക്ക് പ്രത്യേകമായ രൂപത്തിലാണ് അവര് ഫോം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുതലാളിത്വ രാജ്യങ്ങളിലേക്ക് ആളുകൾ കുടിയേറുകയും ചെയ്യുന്നു. ഒട്ടും ഓർഗനൈസ്ഡ് ആകാത്ത ഒരു സിസ്റ്റത്തിൽ മാത്രമേ ലുലുവിനൊക്കെ വളരാൻ പറ്റൂ. യൂറോപ്പിൽ പറ്റില്ല എന്ന്. യൂറോപ്പിൽ മാളുണ്ടാക്കാൻ പോയപ്പോൾ അവരുടെ തൊഴിലാളികൾക്ക് കൊടുക്കേണ്ടുന്ന ശമ്പളം കേട്ടപ്പോൾ തന്നെ മടങ്ങി, ആ സ്വപ്നം അവസാനിപ്പിച്ചു. കാരണം നമുക്കൊരുപാട് പണം ഉണ്ടാക്കാൻ പറ്റില്ല അതുകൊണ്ട് എന്ന് മനസ്സിലായി. ഇത് മോക്ഷത്തിനും ആളുകളെ സേവിക്കുന്നതിനും ക്ഷേമത്തിനൊന്നും അല്ലല്ലോ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് പ്രൊഫഷണലിസം തൊട്ടുപോലും തീണ്ടാത്ത ഒരു വർക്ക് കൾച്ചറിൽ മാത്രമേ ലുലുവിനൊക്കെ വളരാൻ കഴിയൂ. ഒരു എംപ്ലോയിയെ റിക്രൂട്ട് ചെയ്യുന്ന അങ്ങേയറ്റം പ്രാകൃതമായ കൾച്ചറും ലുലുവിലുണ്ട്. കാരണം അവരെ മണിക്കൂറുകളോളം വെയിലത്ത് നിർത്തുന്ന നമ്മൾ ഒരുപാട് വിമർശനങ്ങളൊക്കെ കണ്ടതാണ് അതിനെ സംബന്ധിച്ച്. അതുകൊണ്ട് തൽക്കാലം യൂറോപ്പിൽ ലുലുമാള് വേണ്ട എന്ന് തീരുമാനിച്ചു. കാരണം പട്ടിപ്പണി എടുപ്പിച്ചാൽ അതുപോലെയുള്ള കൂലി കൊടുക്കണം എന്ന ഒരു നിയമം യൂറോപ്പിലുണ്ട്. അത് നമുക്ക് പറ്റില്ല. അതുകൊണ്ട് തൽക്കാലം ആ സ്വപ്നം ഉപേക്ഷിച്ചു. ഇന്ന് എല്ലാ മേഖലകളും ഓൺലൈനായി കഴിഞ്ഞു. പക്ഷേ ലുലു ഗ്രൂപ്പിൽ ഒരാൾ ജോലിക്ക് പ്രവേശിക്കണമെങ്കിൽ കുറെ കടമ്പകൾ കടക്കണം.
ജോലിക്ക് വേണ്ടി ഇന്റർവ്യൂവിന് വന്നിരിക്കുന്ന യുവാക്കളുടെ നിരയാണ്. ഇത്രയും തൊഴിലില്ലായ്മ രൂക്ഷമായിരിക്കുന്ന ഒരു നാടായി നമ്മുടെ നാട് മാറി. കഴിഞ്ഞ ദിവസം ഇതിനെ സംബന്ധിച്ച് വളരെ വിശദമായി തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രവീൺ രവി. ലുലു ഗ്രൂപ്പിന് എന്തുകൊണ്ടാണ് യൂറോപ്പിൽ ഒരു ഷോപ്പിംഗ് മാൾ തുടങ്ങാൻ പറ്റാത്തത് എന്നതിനെ സംബന്ധിച്ച് വളരെ വ്യക്തവും വിശദവുമായിട്ടുള്ള ഒരു അവലോകനമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അവര് തൊഴിലാളികളോട് സ്വീകരിക്കുന്ന മോശമായ സമീപനങ്ങൾ, പ്രത്യേകിച്ച് ശമ്പളത്തിന്റെ കാര്യത്തിൽ പുലർത്തുന്ന പിശുക്ക്, ഇതൊക്കെ ചർച്ച ചെയ്തുകൊണ്ടാണ് ഒരു പോസ്റ്റ് വ്യാപകമായി പ്രചരിക്കുന്നത്. അതായത് യൂറോപ്പിലൊക്കെ ചെന്നാൽ മിനിമം വേജ് പ്രൊട്ടക്ഷൻ ഉണ്ടെന്നും അതുപോലെ തൊഴിലാളികളെ ചൂഷണം ചെയ്യാൻ ലുലു ഗ്രൂപ്പിന് സാധിക്കില്ല എന്നുമൊക്കെ ആ പോസ്റ്റിൽ എഴുതിയിരിക്കുന്നതിനെ സംബന്ധിച്ച് പ്രവീൺ രവി സംസാരിക്കുന്നുണ്ട്. ഒരു ഒറ്റ നോട്ടത്തിൽ അത് ശരിയാണ് എന്ന് തോന്നുമെങ്കിൽ പോലും അതിനകത്തെ തെറ്റിദ്ധാരണകളെയും അബദ്ധങ്ങളെയുമാണ് അദ്ദേഹം പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ലുലു ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നത് പ്രധാനമായും ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലുമാണ്. ഈ രണ്ട് സ്ഥലങ്ങളിലെ ജീവിത നിലവാരവും വരുമാനവും അനുസരിച്ചിട്ടാണ് അവിടുത്തെ ഷോപ്പിംഗ് മാളുകളും തൊഴിലിടങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്നത്. പെട്ടെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ലുലു ഗ്രൂപ്പിന്റെ ഷോപ്പുകളിലാണോ തൊഴിലാളി കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത്, അതോ നമ്മുടെ ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളിലാണോ എന്ന് അന്വേഷിക്കാൻ അദ്ദേഹം പറയുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ലീവോ മറ്റാനുകൂല്യങ്ങളോ ഒന്നുമില്ലാതെ നിസ്സാര തുകയ്ക്കാണ് നമ്മുടെ നാട്ടിലെ ചെറുകിട കച്ചവട സ്ഥാപനങ്ങളിൽ ആളുകൾ ജോലിക്ക് നിൽക്കുന്നത്. ഒരർത്ഥത്തിൽ നോക്കിയാൽ യൂസഫ് അലിയേക്കാൾ വലിയ ചൂഷകരാണ് നമ്മുടെ നാട്ടിലെ ചെറുകിട കച്ചവടക്കാർ. സത്യമാണ്. പക്ഷേ അതിനെ സംബന്ധിച്ചിട്ട് ആർക്കും ഒരു വിമർശനവുമില്ല. കാരണം ചെറുകിട കടയിൽ നിന്ന് എത്ര വരുമാനം ഉണ്ടാകുന്നു എന്നും എത്ര ശമ്പളം കൊടുക്കാൻ കഴിയും എന്നുമൊക്കെയുള്ള ധാരണ സാധാരണക്കാർക്കുണ്ട്. അതേപോലെ ഈ ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യാൻ ധാരാളം ആളുകളുമുണ്ട്. അതിൻ്റെ ആ ഇന്റർവ്യൂ ആണ് നമ്മൾ കണ്ടത്. ഇന്റർവ്യൂവിന് വേണ്ടി വന്നിരിക്കുന്ന യുവാക്കളുടെ വലിയ ജനമഹാസമുദ്രം. ഇത് ഒരു യഥാർത്ഥ പ്രശ്നം തന്നെയാണിത്. മിനിമം കൂലി നിർബന്ധമാക്കിയാൽ സാധാരണ രീതിയിൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന്, നേരത്തെ 4 പേര് ചെയ്തിരുന്ന ജോലി 2 പേരിലേക്ക് ചുരുങ്ങും. അതായത് പണത്തിന്റെയും ഡിസ്ട്രിബ്യൂഷൻ കുറയും. 2, നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾക്കും സേവനങ്ങൾക്കും വില കൂടും. കാരണം അതിൽ നിന്ന് ഈടാക്കിയെങ്കിലല്ലേ ശമ്പളം തരാൻ പറ്റൂ. യൂറോപ്പിലെ മിനിമം വേജ് പലതും തട്ടിപ്പാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. യൂറോപ്പിൽ നടപ്പിലാക്കിയിരിക്കുന്ന മിനിമം വേജ് പലപ്പോഴും മാർക്കറ്റ് റേറ്റിനേക്കാൾ താഴെയാണത്രേ. പലപ്പോഴും യഥാർത്ഥത്തിൽ തൊഴിലാളികൾക്ക് കിട്ടേണ്ടുന്ന കൂലി കിട്ടാതിരിക്കാനും അത് വഴിയൊരുക്കുന്നുണ്ട്. ഇനി ചില തൊഴിലുകളിൽ നടപ്പിലാക്കേണ്ടിയിരിക്കുന്ന മിനിമം കൂലി മാർക്കറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ നിരവധി തൊഴിലാളികൾ ഇല്ലീഗലായി ജോലി ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെയാണ് അനധികൃതമായി അഭയാർത്ഥികൾ എത്തുന്നതും അവരെ ഈ മേഖലയിലേക്ക് തിരികെ കയറ്റുന്നതും. അമേരിക്കയിൽ തന്നെ മെക്സിക്കോയിൽ നിന്നൊക്കെ വരുന്ന മൈഗ്രൻസ് ആ രൂപത്തിലാണ് ജോലി ചെയ്യുന്നത്. ഇത് നിയമപരമായി ജോലി ചെയ്യാൻ സാധ്യതയുള്ളവരുടെ അവസരങ്ങൾ കൂടി നഷ്ടപ്പെടുത്തി. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ ബംഗാളികൾ എന്ത് പണിയും എടുക്കാൻ അവർ തയ്യാറാണ്. പട്ടിപ്പണി എടുത്താലും സാരമില്ല, അവർക്ക് കൂലി കിട്ടിയാൽ മതി. അതോ സാധാരണ നമ്മുടെ സ്വദേശികൾ വാങ്ങുന്നതിനേക്കാൾ കുറഞ്ഞ കൂലിയാണ്, കള്ളപ്പണി എടുക്കില്ല. അവരെ ജോലിക്ക് കയറുന്ന സമയം 7:30 ആണെങ്കിൽ ആ 7:30 മണിക്ക് കൃത്യമായിട്ട് അവരെത്തിയിരിക്കും. മലയാളികളാണെങ്കിൽ രക്ഷയില്ല. 10-11 മണിക്ക് ചായ കുടിച്ചു കഴിഞ്ഞാൽ വീണ്ടും 1 മണിക്കൂർ റെസ്റ്റ് എടുക്കും. അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ എടുക്കുന്ന ആളുകളുണ്ട്. ഞങ്ങളുടെ വീട്ടിലൊക്കെ പണിക്ക് വരുന്നവരൊന്നും അങ്ങനെയൊന്നും എടുക്കാറില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് മേഖലകളുണ്ട് എന്ന് പറയാം. അപ്പൊ അവര് വന്നതോടുകൂടി സ്വദേശികൾക്ക് പണിയില്ലാതായി. സ്വദേശികൾക്ക് പണി എടുക്കാൻ വയ്യല്ലോ. അതുകൊണ്ടാണ് ആ പണിക്ക് അനധികൃതമായി ബംഗ്ലാദേശികൾ വരെ നമ്മുടെ നാട്ടിൽ വന്ന് പണിയെടുക്കാനുള്ള കാരണം. അതാണ് ഇതേ തൊഴിലാളി ചൂഷണ ആരോപണം നമ്മുടെ സ്വകാര്യ ആശുപത്രികളിലില്ലേ, അൺഎയ്ഡഡ് സ്കൂളുകളിലില്ലേ. ഇവിടൊക്കെ ടീച്ചർമാരുടെ ശമ്പളം വലിയ രൂപത്തിൽ വർദ്ധിപ്പിച്ചാൽ കുട്ടികളിൽ നിന്ന് അതിനനുസരിച്ച് ഫീസ് ഈടാക്കണ്ടേ. ഇപ്പൊ നമ്മുടെ ഒരു പെട്ടിക്കടയിലാണെങ്കിൽ പോലും കൂടുതൽ ഇവർക്ക് കൂടുതൽ ലാഭം വേണമെങ്കിൽ കൊടുക്കുന്നവർക്ക് അതിലേറെ
പണത്തിന് മാത്രമേ ഈ സാധനം കൊടുക്കാൻ പറ്റൂ. അവരിൽ നിന്നല്ല ഈടാക്കാൻ പറ്റും. നമ്മൾ വലിയ കടകളിൽ കയറി പോകും. ആ കടകളിൽ 100 പേര് 50 പേര് ജോലിക്കുണ്ടെങ്കിൽ അവർക്ക് ശമ്പളം കൊടുക്കുന്നത് ആ ബിൽഡിങ്ങിന്റെ ഇലക്ട്രിസിറ്റി അടക്കം, ആ ബിൽഡിങ്ങിന്റെ വാടക, അതിന്റെ മെയിൻ്റനൻസ്, അതെല്ലാം ഈ വിൽക്കുന്ന സാധനങ്ങളിൽ നിന്നും ഈടാക്കിയാലല്ലേ പറ്റൂ. അപ്പോൾ നമ്മളാണ് അതിനൊക്കെ നിന്നു കൊടുക്കേണ്ടി വരും. അപ്പോൾ കുട്ടികളിൽ നിന്നാണെങ്കിലും അധ്യാപകർക്ക് കൂടുതൽ ശമ്പളം കൊടുക്കണമെങ്കിൽ കുട്ടികളിൽ നിന്നും കൂടുതൽ ഫീസ് ഈടാക്കണം. ആശുപത്രികളിൽ കൂലി വർദ്ധിപ്പിച്ചാൽ അതിനനുസരിച്ച് രോഗികളിൽ നിന്ന് പണം വാങ്ങേണ്ടേ? അതിന് കഴിവുള്ള പൊതുജനം അവിടെയുണ്ടോ? ആ രൂപത്തിൽ ഒരു സ്ഥലത്താണോ ഈ ആശുപത്രി നിലനിൽക്കുന്നത്? അവിടെ വരുന്ന ആളുകൾ എത്ര പണവും കൊടുത്ത് ചികിത്സ നേടാൻ തയ്യാറാണോ? അവിടെ വരുന്ന കുട്ടികളുടെ നിലവാരം, അതുപോലെ അവരുടെ പേരൻസിന്റെ സാമ്പത്തിക സ്രോതസ്, ഇതൊക്കെ ഒരു പ്രശ്നം തന്നെയാണ്. ഇതൊന്നും പലപ്പോഴും ആലോചിക്കാതെ കേരളത്തിലെ തൊഴിൽശാലകൾ തുറക്കുന്നില്ല. ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. തൊഴിൽശാലകൾ ഇല്ല എന്ന് പറഞ്ഞ് അട്ടഹാസം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. നിയന്ത്രിതമായ ജനസംഖ്യയുള്ള ഏതാണ്ട് ഒരേ എത്നിക് ഗ്രൂപ്പുകളിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഒരു പക്ഷേ മിനിമം ശമ്പളമൊക്കെ താൽക്കാലികമായിട്ട് ഗുണം കിട്ടിയേക്കാം. പക്ഷേ ജനസംഖ്യ കൂടുകയും ഒരുപാട് മൈഗ്രൻസിന് വരാൻ സാധ്യതയുള്ളതുമായ സ്ഥലത്ത് ഒരിക്കലും ഇത് പ്രായോഗികമാകത്തില്ല. അതുകൊണ്ട് തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന യൂസഫ് അലിയെ കുറിച്ച് വാചാലരാകുന്നതിന് മുമ്പ് തൊട്ടടുത്ത കടകളിലെ തൊഴിലാളികളെ കുറിച്ച് കൂടി ചിന്തിക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ കോടികൾ ഉണ്ടാക്കുന്ന മുതലാളിമാരെ കുറിച്ച് കൂടി ചിന്തിക്കുന്നത് നന്നായിരിക്കും. നമുക്ക് ഒറ്റയടിക്ക് നോക്കുമ്പോൾ അയ്യോ ഇതെന്തോ വലിയ സംഭവമാണ്, സ്വാഭാവികമാണ് തോന്നും. പക്ഷേ ഇതിന് 2 വശങ്ങളുണ്ട് എന്ന് പറയാം. ഒരു വശം അങ്ങനെയാണെങ്കിൽ ഗൾഫിലൊക്കെയുള്ള ചെറിയ സൂപ്പർ മാർക്കറ്റുകളിൽ ഒന്നിരിക്കാൻ പോലും സമയം കിട്ടാതെ ഓടി നടക്കുന്ന ഡെലിവറി ബോയ്സിനെ കൂടി നമ്മളൊന്ന് കസ്റ്റഡിയിൽ എടുക്കണം, നമ്മളൊന്ന് പരിഗണനയിൽ എടുക്കണമെന്ന് പറയാം. അപ്പോൾ ഓരോ സമൂഹവും പുരോഗമിക്കുകയും അവിടുത്തെ ജനങ്ങളുടെ കയ്യിൽ പണമുണ്ടാകുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായി തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവസാനിക്കും. പക്ഷേ തൊഴിലുടമയ്ക്കും തൊഴിലാളിക്കും ഗുണപ്രദമായ രീതിയിൽ തൊഴിൽ നിയമങ്ങളും തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളും പക്ഷപാതിത്വമില്ലാത്ത തൊഴിൽ സംഘടനകളും ഏതൊരു രാജ്യത്തിൻ്റെയും അനിവാര്യമായ ഘടകമാണ്. മുതലാളിമാരുടെ പ്രശ്നങ്ങൾ മാത്രമല്ല പരിഹരിക്കേണ്ടത്, തൊഴിലാളികളുടെ പ്രശ്നങ്ങളും പരിഹരിക്കണം, കസ്റ്റമേഴ്സിൻ്റെ പ്രശ്നങ്ങളും പരിഹരിക്കണം. നമുക്കറിയാം, നമുക്ക് വരുമാനം കൂടുന്നതിനനുസരിച്ച് നമുക്ക് ചെലവുകൾ വർദ്ധിക്കുമല്ലേ. 2025 തുടങ്ങി, ജനുവരി 1 ഇന്ന്. കഴിഞ്ഞ വർഷമുണ്ടായ പ്രശ്നങ്ങളാണോ നമുക്ക് ഈ വർഷമുള്ളത്? കഴിഞ്ഞ വർഷമുണ്ടായ ചെലവുകളാണോ നമുക്ക് ഈ വർഷമുള്ളത്? കഴിഞ്ഞ വർഷമുള്ള സാമ്പത്തിക ബാധ്യതകളായിരിക്കുമോ ഇനി നമുക്ക് നേരിടാനുള്ളത്? എല്ലാ മേഖലകളും പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കടവും ബാധ്യതകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇതിനൊക്കെയും ഒരു പുരോഗമനം വേണ്ടേ? നന്ദി.